എന്തായാലും നമുക്ക് ജനുവരി 1-ാം തീയതി തന്നെ പുതുവത്സരത്തിൽ തന്നെ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വലുതായിട്ടാരും ശ്രദ്ധിക്കുന്നില്ല, അത് കുറച്ച് അപകടമാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് കന്യാകുമാരി ബീച്ചിലോട്ടാണ് പോകുന്നത്. ഭയങ്കര കാറ്റാണ് അടിക്കുന്നത്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അടിക്കുന്നത്. ഞാനിങ്ങോട്ട് ട്രെയിനിലേക്ക് വന്നപ്പോഴും ഭയങ്കര കാറ്റായിരുന്നു. നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കന്യാകുമാരി എത്താറാവുമ്പോൾ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴും ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ ബീച്ചിലേക്കുള്ള ദൂരം. അപ്പോൾ പയ്യെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് നമുക്ക് ബീച്ചിലേക്ക് പോകാം. ബീച്ചിലേക്ക് പോകുന്ന മെയിനായിട്ടുള്ള കാര്യം, കന്യാകുമാരി ബീച്ചിൽ ഇപ്പോൾ പുതുതായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വിവേകാനന്ദ പാറയും തിരുവല്ലൂരിൻ്റെ സ്റ്റാച്യുവും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് പുതിയ ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. ഡിസംബർ 30-നായിരുന്നു അത് ഉദ്ഘാടനം. ഇന്നത്തെ ദിവസം ജനുവരി 1, 2025 ജനുവരി 1-ാം തീയതിയാണ് ഇന്നത്തെ ദിവസം. അപ്പോഴെന്തായാലും നമുക്ക് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളും എല്ലാം പോയി കണ്ടിട്ട് വരാം. ഞാനിങ്ങോട്ട് വന്നത് ട്രെയിനിലാണ് വന്നത്. എല്ലാ ദിവസവും പുനലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിനുണ്ട്, 06639 എന്നാണ് ട്രെയിനിൻ്റെ നമ്പർ. പുനലൂരിൽ നിന്ന് രാവിലെ 6:35 സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ കൊല്ലം വഴി, തിരുവനന്തപുരം വഴി, നാഗർകോവിൽ വഴി കന്യാകുമാരിക്ക് പോകുന്ന ട്രെയിനാണ്. അങ്ങനെ രാവിലെ 6:35 പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ 7:55 ആകുമ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തും. എന്നിട്ട് 7:55 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 12:15 കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെത്തും. അങ്ങനെ ഞാൻ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കന്യാകുമാരി ബീച്ച് ലക്ഷ്യമിട്ട് നടക്കുവാണ്. പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. ഇതെന്താ സംഭവം? അകത്ത് പഴയ തുണികളൊക്കെയാണ് തോന്നുന്നു വെച്ചിരിക്കുന്നത്. തുണികൾ വയ്ക്കും അറൈ അങ്ങനെ എഴുതിയിട്ടുണ്ട്. സംഭവം അത് തന്നെ കേട്ടോ. നമുക്ക് പഴയ തുണികളെല്ലാം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം, ആവശ്യമുള്ളവർ അതെടുക്കും. അപ്പോഴങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ആ ഒരു സംവിധാനം കൊള്ളാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബീച്ചിലേക്ക് നടന്നു പോകുമ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് അറേബ്യൻ ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. പിന്നെ അല്ലാത്ത റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട്. ഇതെവിടെയായിട്ട് റൂംസിൻ്റെ ബോർഡൊക്കെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇതാ ഞാനിങ്ങനെ ബീച്ചിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഇതെവിടെയായിട്ട് നോക്കി നല്ല ചൂട് പൊറോട്ട എല്ലാം കല്ലിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെയായിട്ട് ടൂറിസ്റ്റിനെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ബസ്സൊക്കെയാണ് നിർത്തിയിട്ടിരിക്കുന്നത്, സ്ലീപ്പർ കോച്ച്. ഇതാ ഞാനിങ്ങനെ ഫുട്പാത്തിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ ആയിട്ട് ബാഗെല്ലാം വെച്ചിട്ടുണ്ട്, പലതരം ട്രാവൽ ബാഗുകൾ. ലാപ്ടോപ്പ് ബാഗ് പോലത്തെ ബാഗുകളും ഉണ്ട്. എത്ര ബാഗ് വില? 500 രൂപയ്ക്കൊക്കെ ബാഗുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇതെവിടെയായിട്ട് നോക്കി ഒരു വലിയൊരു ഹോട്ടലിന് മുന്നിലായിട്ട് കുറച്ചധികം ടൂറിസ്റ്റ് ബസ്സുകളും ടാക്സി എല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം കുറച്ചധികം ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു വന്നപ്പോഴത് എവിടെയായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, സൺസെറ്റ് വ്യൂ 400 മീറ്റർ നേരെ, പിന്നെ ബോട്ട് ഹൗസ് നേരെ പോയിട്ട് ലെഫ്റ്റ് 400 മീറ്റർ. എല്ലാം 400 മീറ്റർ ആണല്ലോ. ഭഗവതി അമ്മൻ കോവിൽ 400 മീറ്റർ, ഗാന്ധി മണ്ഡപം 400 മീറ്റർ, എങ്ങോട്ട് പോയാലും 400 മീറ്റർ. ഞാൻ സൺസെറ്റ് ഒന്നും കാണാൻ നിൽക്കുന്നില്ല. എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിട്ട് വരാം. എന്തായാലും ആദ്യം ഫോണടി. അപ്പോഴെന്തായാലും നമുക്ക് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടതിന് ശേഷം ബാക്കി കാര്യം പ്ലാൻ ചെയ്യാം. ഇതാ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഭയങ്കര കാറ്റാണെന്ന്. ഇവിടെ ഒരു ആൽമരത്തിൽ കാറ്റ് വീശുന്നത് കണ്ടില്ലേ? ആൽമരം ആടി ഉലയുകയാണ്. മീനെല്ലാം മസാലയെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്, മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. പലതരം മീനുകളുണ്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട് കാണാൻ. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ മീൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതെത്ര മീൻ? 100? 300. ഒരു മീൻ 300 രൂപയാണ് വില. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലേക്ക് നടന്നു വരുമ്പോൾ ചെറിയൊരു ജംഗ്ഷൻ എത്തും. ഇതാ കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നതാണ്, ആ വഴിക്ക് പോകുന്നതാണ് കന്യാകുമാരി ബസ് സ്റ്റാൻഡ്. ഇവിടെയായിട്ട് നോക്കി ഈ ഒരു ടൈപ്പ് തുണി നമ്മൾ കന്യാകുമാരിയിൽ വരുമ്പോഴാണ് കൂടുതലായിട്ടും കാണുന്നത്. പളനിയിലെല്ലാം ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ മിക്കപ്പോഴും വരുമ്പോൾ കന്യാകുമാരിയിൽ വരുമ്പോഴാണ് കണ്ടിട്ടുള്ളത്. 100 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില. ഇതാ കണ്ടില്ലേ, ഓരോരോ ബായിമാർ കച്ചവടത്തിനായി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇവിടെയായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, വെയിറ്റ് ടു ബോട്ട് ജെട്ടി. നമ്മൾ ബോട്ട് ജെട്ടിയിൽ പോയിട്ട് ബോട്ടിൽ വേണം ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിനടുത്തേക്ക് പോകാൻ. എന്തായാലും നമുക്ക് ബോട്ട് ജെട്ടിയിലേക്ക് പോകാം, എന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാം. നല്ല വെയിലടിക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു കാറ്റടിക്കുന്നത് കൊണ്ട് വെയിൽ നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൺഫ്യൂഷനൊന്നും വേണ്ട. ഇവിടെയായിട്ട് നോക്കേ, കുടിവെള്ളം, അത് കൊള്ളാം അല്ലേ? അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിനടുത്തേക്ക് പോകുന്ന വഴിയെല്ലാം പലതരം കച്ചവടങ്ങളാണ്. കണ്ടില്ലേ, ഇവിടെ എല്ലാമായിട്ട് പലതരം കച്ചവടങ്ങളാണ്. ഫാൻസി ഐറ്റംസ് ഉണ്ട്, പിന്നെ മൊബൈൽ പൗച്ച്, പിന്നെ കളിപ്പാട്ടങ്ങൾ, അങ്ങനത്തെ എല്ലാ ടൈപ്പ് കച്ചവടങ്ങളും നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഉണ്ട്.
കൂടുതലും ലേഡീസിൻ്റെ ഐറ്റംസൊക്കെയാണ് ഉള്ളത്. ലേഡീസ് ബാഗും പിന്നെ സാരി, ചുരിദാർ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ കുട്ടികളുടെ ഐറ്റംസും ഉണ്ട്. ഇവിടെയായിട്ട് പുതുതായിട്ട് വന്ന പേ ആൻഡ് യൂസ് ടോയ്ലറ്റും പിന്നെ ടോയ്ലറ്റ്, ബാത്റൂം, ലോക്കർ അവൈലബിൾ അങ്ങനത്തെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. മൊബൈൽ റീചാർജ് എന്ന് വെച്ചാൽ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എല്ലാം ഉണ്ട്. ചന്ദനവും കുങ്കുമവും എല്ലാം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കണ്ണാടി നോക്കിയിടാൻ വേണ്ടിയിട്ട് കണ്ണാടി വരെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഭഗവതി അമ്മൻ കോവിൽ റൈറ്റ്, ഭഗവതി അമ്മൻ ടെമ്പിൾ രണ്ടൊന്നും തന്നെ. അങ്ങോട്ടേക്ക് പോകുന്നതാണ് അമ്പലം. നേരെ കാണുന്നില്ലേ, ആ കാണുന്നതാണ് അമ്പലം. ഇന്നത്തെ ദിവസം നല്ല തിരക്കുണ്ട്. കാര്യം ജനുവരി 1 ആയതുകൊണ്ട്, പുതിയ വർഷമായതുകൊണ്ട് സൂര്യോദയം എല്ലാം കണ്ടിട്ട് പുതിയ ദിവസം തുടങ്ങാനുള്ള പ്ലാൻ ആയിരിക്കാം. പ്രത്യേകിച്ച് പുതിയ ദിവസത്തിന് എന്തോ പുതിയ ദിവസം, ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങൾ. ഇവിടെയായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, പൂമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ ബോർഡിനകത്തേക്കാണ് നമുക്ക് ബോട്ടിങ്ങിന് പോകേണ്ടത്. കന്യാകുമാരി ഫെറി സർവീസ്, കന്യാകുമാരി 629702 പിൻകോഡ്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ഒരു വഴിയിലൂടെ അകത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ ആ ഒരു ബോർഡിനകത്തേക്ക് നടന്നു വരുമ്പോൾ, ആ ഒരു ആർച്ചിനുള്ളിലേക്ക് നടന്നു വരുമ്പോൾ ഇവിടെയായിട്ട് വേറൊരു ആർച്ച് കാണാം. കൃത്യസമയത്ത് തന്നെ നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. ഇവിടെയായിട്ട് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ക്ലോസ്ഡ്. എന്തായാലും നമുക്ക് ജനുവരി 1 തീയതി തന്നെ, പുതുവത്സരത്തിൽ തന്നെ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാമെന്ന് പറഞ്ഞ് വന്നതാണ്, പക്ഷേ ഇന്ന് പ്രവർത്തനമല്ല. എന്തായാലും വർഷം തുടങ്ങിയത് തന്നെ നന്നായിട്ടാണ്. അങ്ങനെ നല്ലൊരു പണി കിട്ടിയിരിക്കുവാണ്. 4 തീയതി വരെ, ജനുവരി 4 തീയതി വരെ ഗവൺമെൻറ് ഇത് ഓപ്പൺ ആക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുവാണ്. ഭയങ്കരമായ കാറ്റ് കാരണം ഓപ്പൺ ആക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ 4 തീയതി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നോ നാളെ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്, ജനുവരി 4 തീയതിക്ക് ശേഷമേ ഇത് ഓപ്പൺ ആക്കത്തുള്ളൂ. ബാക്കിൽ നിൽപ്പുണ്ടായിരുന്നു, കണ്ടില്ലല്ലോ. പേരെന്നമ്മ? അർശിനി. അർശിനി. അർശിനി, നല്ല പേര്. ഉങ്ക പേര്? അരിൻ. ഹരീസ്. ഓ പോയാ. ശരി, ഉങ്ക പേര്? എസ് സുന്ദർ. എല്ലാവരുമേ എസ്സിലെ ആരംഭിക്കുമോ? ശരി. യെസ്. അപ്പോൾ നമുക്കിനി ഈ ഒരു പരിസരത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് കറങ്ങി കണ്ടിട്ട് അങ്ങ് പോവാം. ഇതാ നോക്കി, ഇവിടെയൊക്കെ ആയിട്ട് ശംഖിൻ്റെ പലതരം കച്ചവടങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം വില എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിക്കുന്നതൊന്നുമില്ല. ഞാൻ പല തവണകളായിട്ട് കന്യാകുമാരിയിൽ വന്നപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. 100 രൂപ, 200 രൂപ, 300 രൂപ, 500 രൂപ, അങ്ങനെ പല വിലയ്ക്കുണ്ട്. ഈ കണ്ണാടിയൊക്കെ നോക്കേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ എല്ലാമായിട്ട് പലതരം കണ്ണാടികൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം 200, 300 അങ്ങനെ പല റേറ്റിലുണ്ട്. ഇതെവിടെയായിട്ട് നോക്കിയാൽ ഒരു വലിയൊരു കൊഞ്ച് നോക്കേ. വർക്കല ക്ലിഫിലൊക്കെ ഇതേപോലത്തെ കൊഞ്ച് ഫോറിനേഴ്സിനൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, കുക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ട് നോക്കേ. നക്ഷത്ര ശംഖും പിന്നെ അല്ലാത്ത ഇത് കൊള്ളാം. ഞണ്ടിൻ്റെ ഒരു ഫുൾ ഇങ്ങനെ ചെയ്യുന്നതിന് എന്തോ ഒരു പേര് പറയും. വിദേശത്തെല്ലാം അവർ വേട്ടയാടുന്ന പോത്തിനെയും കാളയെയും മാനിനെയും അതിൻ്റെ എല്ലാം തല ഇതേപോലെ സൂക്ഷിക്കാറുണ്ട്. അതിനകത്തുള്ള മാംസവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ സൂക്ഷിക്കാറുണ്ട്. എന്തായാലും അത് കാണാനൊരു പ്രത്യേക ഫീലുണ്ട്. ഇതിൻ്റെ ഒരു സെറ്റിൻ്റെ വില 2500 രൂപയാണ്. അതിൻ്റെ വില 800 രൂപയും. എന്തായാലും കൊള്ളാം. എന്തായാലും നമുക്ക് നടന്നു പോയേ ആ ഒരു തിരുവള്ളൂർ സ്റ്റാച്യുവും പിന്നെ ആ ഒരു ബോട്ടിംഗ് നടക്കുന്ന ആ ഒരു സ്ഥലമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ആ ഒരു അമ്പലത്തിൻ്റെ പരിസരമെല്ലാം പോയി ഒന്ന് കറങ്ങിയിട്ട് തിരികെ വരാം. കുറച്ചധികം ഫിഷിംഗ് ബോട്ടുകളെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട്, കരയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ബോട്ടാണ് ഈ കാണുന്നത്, ആ നിർത്തിയിട്ടിരിക്കുന്നത്. അതാണ് ഫെറി സർവീസ്, കണ്ടില്ലേ. പക്ഷേ ഇന്ന് നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത് എത്തിയിരിക്കുവാണ്. ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്ന് നോക്കുമ്പോൾ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ സ്റ്റാച്യു എല്ലാം നല്ലൊരു വ്യൂ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇവിടെ ആരോ ശംഖൂതിയ സൗണ്ട് കേട്ടു, ഇവിടെയോ കേട്ടു. പോട്ടെ, സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ, ആളെ കണ്ടില്ല. എന്തായാലും നമുക്ക് ഈ ഒരു വഴിയിലൂടെ നടന്ന് ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തേക്കെല്ലാം പോവാം. ഇന്ന് പുതുവത്സരം ആയതുകൊണ്ട് സ്പെഷ്യൽ പൂജകളൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം. എന്തായാലും നല്ല തിരക്കുണ്ട് ഇന്നത്തെ ദിവസം. കാറ്റടിച്ച് തുണിയൊക്കെ പറക്കുന്നത് നോക്കേ. ഈ കാറ്റാണ് നമുക്കിന്ന് പണി തന്നത്. എന്തായാലും നമുക്ക് ഇതുവഴിയിലൂടെ എല്ലാം നടന്ന് ഒന്ന് കറങ്ങിയിട്ട് അങ്ങ് തിരികെ പോവാം. അരുൾമികു ഭഗവതി അമ്മൻ ടെമ്പിൾ അങ്ങനെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത് എത്തിയിരിക്കുവാണ്. ഇതാ കണ്ടില്ല, ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. ആ ഒരു
തിരുവള്ളൂർ സ്റ്റാച്യുവും വിവേകാനന്ദ പാറയും അതെല്ലാം നല്ലതുപോലെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ആയിട്ട് സ്പോട്ടിൽ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം നിൽപ്പുണ്ട്. എത്രയൊക്കെ മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാലും ഈ ഒരു ക്യാമറയിൽ എടുക്കുന്നൊരു ഫീലുണ്ടല്ലോ, എന്ന് വെച്ചാൽ ക്യാമറയിൽ എടുത്ത ഫോട്ടോ പ്രിൻ്റ് എടുത്ത് കിട്ടുന്നൊരു ഫീൽ, അതൊന്ന് വേറെ തന്നെയാണ്. ഇതാ കണ്ടില്ലേ, ആ ദൂരെയായിട്ട് ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അവിടെ വേറെയും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, JCBയും അങ്ങനത്തെ വണ്ടികളെല്ലാം അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. പല പല വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ കുറുകെ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. 97 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമാണ് ഉള്ളത്. 37 കോടി രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. എന്തായാലും ഭയങ്കര വെയിലായതുകൊണ്ട് ഈ ഒരു മതിലിൻ്റെ ഷെയ്ഡിലും തണൽ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ട് ഈ ഒരു മണ്ഡപത്തിന് താഴെയായിട്ടും ആൾക്കാരെല്ലാം ഇരിപ്പുണ്ട്. ഇവിടെ ആയിട്ട് തത്തയെ കൊണ്ട് നമ്മുടെ ഭാവിയെല്ലാം പറയിക്കുന്ന അങ്ങനത്തെ തൊഴിലെല്ലാം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഇവിടെ ആയിട്ട് കുറച്ചധികം കൈനോട്ടക്കാരും അങ്ങനത്തെ ആൾക്കാരെല്ലാം ഉണ്ട്. നമ്മൾ ഈ അമ്പലത്തിൻ്റെ പരിസരത്തൂടെ നടക്കുമ്പോൾ ഇവിടെ എല്ലാം ആയിട്ട് ഇതേപോലെ ഓരോരോ മണ്ഡപങ്ങൾ കടലിലേക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അതെല്ലാം കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. ഇവിടെയൊക്കെ ആയിട്ട് വേസ്റ്റ് ബോക്സും വെച്ചിട്ടുണ്ട്, ഡസ്റ്റ്ബിൻ എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കടലിൻ്റെ വേറൊരു പരിസരത്തേക്ക് നടന്നു പോയപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് നോക്കേ, കപ്പലണ്ടിയും പട്ടാണിക്കടലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരമ്മ കച്ചവടം ചെയ്യാൻ ഇരിപ്പുണ്ട്. ചോളം, പിന്നെ മാങ്ങ കീറി വെച്ചിട്ടുണ്ട്. അതിൽ മുളക് പൊടിയും ഉപ്പും എല്ലാം പുരട്ടി തരും. ഇതെവിടെ കണ്ടില്ലേ, അതിനുള്ള മസാലയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാലയെന്ന് വെച്ചാൽ മുളക് പൊടിയും ഉപ്പും, അത്രയേ ഉള്ളൂ. ഇതെവിടെ ആയിട്ട് തണ്ണിമത്തനെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കടലിൻ്റെ ഒരു വശത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കുറച്ചധികം ആൾക്കാരെല്ലാം റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ഈ ഒരു വെയിലത്ത് ഈ ഒരു തറയിൽ എങ്ങനെ ഇരിക്കുന്നല്ലേ നോക്കേ, ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുന്ന നോക്കേ. നല്ല വെയിലടിച്ച് കിടക്കുകയാണ് ഈ ഒരു തറ. എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഇവിടെ നിന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് നേരെ ആ ഒരു തിരുവള്ളൂരിൻ്റെ സ്റ്റാച്യുവും എല്ലാം കാണാൻ നല്ലൊരു വ്യൂ ആണ്. അതായിരിക്കാം എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ എല്ലാമായിട്ട് ആൾക്കാർ കടലിലിറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, അങ്ങോട്ടെല്ലാം ആൾക്കാർ കടലിൽ മുങ്ങി കുളിക്കുന്നുണ്ട്. മുത്തുമാലയുടെ എല്ലാം കച്ചവടം. അദ്ദേഹം എങ്ങനെയെങ്കിലും അവരെ കൺവിൻസ് ചെയ്യുകയാണ്. അങ്ങനത്തെ പലതരം കച്ചവടങ്ങളും പലതരം ജോലികൾ ചെയ്ത് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് വെച്ചാൽ അത് വെറുതെ ടൂറിസ്റ്റുകൾ വന്നിട്ട് വന്നൊരു സ്ഥലം മാത്രമല്ല. കുറച്ചധികം ആൾക്കാർ പലതരം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറയുമ്പോൾ. താഴേക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പിൽ പെയിൻ്റൊക്കെ ചെയ്തിരിക്കുന്നത് കാണുന്നത്. എന്തായാലും അത് നല്ലൊരു ഭംഗിയുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലതായിരിക്കാം. അങ്ങനെ ഞാൻ വീണ്ടും വേറൊരു ഭാഗത്തേക്ക് പോയപ്പോഴത്തെ എവിടെയായിട്ട് നോക്കേ, വീൽ ചെയർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മുൻപ് വന്നപ്പോൾ ഇല്ലായിരുന്നു. ഇതാ കണ്ടില്ല, അതിൻ്റെ ഒരു മാതൃകയെല്ലാം കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംവിധാനം കൊള്ളാം. ഏകദേശം എല്ലാ ഭാഗത്തേക്കും ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു വഴിയിലൂടെ നടന്ന് ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകാം. ഇതുവഴി കൂടെ നേരെ പോയി ഈ ഒരു വ്യൂ പോയിന്റിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു സംവിധാനം എന്തുകൊണ്ടും നല്ലതാണ്. ഇവിടെയും ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, വീൽ ചെയർ ഫ്രണ്ട്ലി പാത്ത്, അത് ഈ ഒരു ഭാഗത്തേക്കും ഉണ്ട്, എല്ലാ ഭാഗത്തേക്കും ഉണ്ട്. നമ്മൾ എവിടെയൊക്കെ നടന്നു പോകുന്നോ അവിടെ എല്ലാം വീൽ ചെയറും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ നടന്ന് കുറച്ചും കൂടെ കടലിനടുത്തേക്ക് വന്നിരിക്കുവാണ്. ഇതാ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ആയിട്ട് വലിയൊരു പാറ കാണാം. ഇവിടെ കയറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ തിര വന്ന് ഇവിടെ അടിച്ച് മിക്കവാറും ഞാൻ നനയാൻ സാധ്യതയുണ്ട്. കുറച്ച് ബാക്കിലേക്ക് നിൽക്കാം. എന്തായാലും വലിയ വലിയ തിരകളാണ് വരുന്നത്. നോക്കേ, ഇതാ ആ തിര നോക്കേ, അത് വന്ന് അവിടെ അടിക്കും. ആ കണ്ടില്ലേ, വലിയ വലിയ തിരയും ഭയങ്കരമായ കാറ്റും. ഈ തിര വന്ന് ഇവിടെ വലുതായിട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അതും അടിച്ചില്ല, പ്രതീക്ഷിക്കുന്നൊന്നും അടിക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ തിര വന്ന് അടിക്കും, നമ്മളെ നനയ്ക്കുകയും ചെയ്യും. ഇതാ കണ്ടില്ലേ, ഈ തിര മിക്കവാറും ഇവിടെ വന്ന് അടിച്ച് ചെതറാൻ സാധ്യതയില്ലാതില്ല. ചെറുതായിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പ്രതീക്ഷിക്കുന്നതൊന്നും. ഒരു സ്റ്റെപ്പുണ്ട്, അങ്ങോട്ടേക്ക് ഇറങ്ങി ജസ്റ്റ് കാലൊക്കെ നനയ്ക്കാനുള്ളവർക്ക് ഇവിടെ വന്ന് കാലൊക്കെ നനയ്ക്കാം. സൂക്ഷിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ കടലിൽ പോകും. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ടൊരു സ്റ്റെപ്പ് ഇറങ്ങി നേരെ കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു വഴിയുണ്ട്. പക്ഷെ എന്നാലും എല്ലായിടത്തും നല്ല ശക്തിയായിട്ട് തിരയടിക്കുവാണ്. സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇതാ നനച്ച്. ഷേയ്, ഇത്രയും നേരവും സൂക്ഷിച്ച് നിന്നിട്ട് ഇപ്പോഴാണ് പണി കിട്ടിയത്. എന്തായാലും നമുക്ക് ഈ ഒരു സ്റ്റെപ്പിന് മുകളിലേക്ക് നടന്ന് കയറുമ്പോഴേക്കും അവിടെ ആയിട്ടൊരു മണ്ഡപമുണ്ട്. അതുവഴി നനയ്ക്കല്ലേ. ഇതാ കണ്ടില്ലേ,
ഇങ്ങനെ നടന്ന് മുകളിലേക്ക് കയറാം. മെയിനായിട്ട് ആ ഒരു കാറ്റിൻ്റെ മാത്രമല്ല, ഈ ഒരു വെയിലും ഒരു പ്രശ്നമാണ്. ഞാൻ ഈ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ ആകാശമൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത്. അതുകൊണ്ട് ഏതൊക്കെയാണ് ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. എന്തായാലും ഇതിനകത്ത് കുറച്ചധികം ആൾക്കാർ ഇരിപ്പുണ്ട്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ ഒരു മണ്ഡപം കാണാനൊരു ഭംഗിയുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം പുതുതായിട്ട് ഇരുന്ന് കടൽ കാണാൻ വേണ്ടിയിട്ട് ചെറിയ ബെഞ്ചെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ കടലിലേക്ക് നോക്കി ഇരിക്കാം. ഭായിമാരെല്ലാം മുട്ടായിയൊക്കെ ആയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു മണ്ഡപത്തിനടുത്ത് നിന്ന് നടന്നു വരുമ്പോൾ ഇവിടെയായിട്ട് സുനാമി മെമ്മോറിയൽ പാർക്ക് അങ്ങനെ ഒരു ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് സുനാമി മെമ്മോറിയൽ പാർക്ക്. അതിനകത്തേക്ക് പ്രവേശനമൊന്നുമില്ല, ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുവാണ്. എന്തായാലും ആ ഒരു പാർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഗേറ്റിൽ നിന്നിട്ടൊന്ന് നോക്കാം. കണ്ടില്ലേ, പാർക്കെല്ലാം നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പ്രവേശനം ഉണ്ടെങ്കിലേ ഈ ഒരു വെയിലത്ത് ആരും ഇതിനകത്തേക്ക് കയറില്ല. വൈകുന്നേരം അങ്ങനെ കയറിയാലായി. സുനാമി മെമ്മോറിയൽ പാർക്കിന് പുറത്തായിട്ട് പലതരം കച്ചവടങ്ങളാണ്. ഷർട്ടിനൊക്കെ 200 രൂപയാണ് വില. അത് കൊള്ളാമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു സുനാമി മെമ്മോറിയൽ പാർക്കിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ലൊരു സ്പേസാണ്. അവിടെ പലതരം കച്ചവടങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇതെവിടെയായിട്ട് നോക്കേ, കുറച്ച് ആൾക്കാർ കൂട്ടത്തോടെ ഇരിക്കുന്നത് കണ്ടില്ലേ? നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ്. എല്ലാവരും കൂട്ടത്തോടെ തറയിലിരിക്കുന്നതേ. നമ്മൾ സാധാരണ ഈ നോർത്തിലോട്ടെല്ലാം ട്രെയിനിൽ പോകുമ്പോൾ, ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ പോയപ്പോൾ അവിടുത്തെ ചില റെയിൽവേ സ്റ്റേഷനുകളിൽ ഇതേപോലെ ആൾക്കാർ കൂട്ടത്തോടെ ഇരിപ്പുണ്ടായിരുന്നു. അവരങ്ങനെയാണ്. സൈലൻ്റായിട്ട് പോവുക. അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളല്ലോ, വേറെ ഗ്യാങ്ങിനെ ഒന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ സുനാമി മെമ്മോറിയൽ പാർക്കിൽ നിന്നും വീണ്ടും വേറെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇതെവിടെയൊക്കെ ആയിട്ട് ശംഖും അങ്ങനത്തെ പലതരം ഐറ്റംസ് വെച്ച് ചെയ്തിരിക്കുന്ന പലതരം സംഗതികളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അതിനേക്കാൾ ഈ പഴയകാല മുട്ടായികളെല്ലാം ഇവിടെ കിട്ടും. പണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലെല്ലാം കിട്ടിയിരുന്ന പുളിമുട്ടായി ഉണ്ടല്ലോ, ആ ഒരു പുളിമുട്ടായി എല്ലാം ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, 40 രൂപയാണ് ഇതിൻ്റെ വില. 1, 2, 10 ഉണ്ട്. 10 40 രൂപ. അങ്ങനെ ഞാൻ പുളിമുട്ടായി എല്ലാം വാങ്ങിയിട്ട് വന്നപ്പോഴേ ഈ കാണുന്നതാണ് ഗാന്ധി മണ്ഡപം. നമ്മൾ നേരത്തെ ബോർഡ് വായിച്ചായിരുന്നല്ലോ, ഗാന്ധി മണ്ഡപം 400 മീറ്റർ എന്ന്. അങ്ങനെ ആ കണ്ട ബോർഡിൽ കണ്ട ഗാന്ധി മണ്ഡപമാണ് ഈ കാണുന്നത്. അങ്ങനെ ഈ ഒരു ഗാന്ധി മണ്ഡപത്തിന് മുന്നേ ആയിട്ട് ഗാന്ധി നിனைவு മണ്ഡപം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഗാന്ധി മണ്ഡപത്തിന് മുന്നേ ആയിട്ട് പലതരം കച്ചവടങ്ങളെല്ലാം ഉണ്ട്. പലതരം എന്ന് വെച്ചാൽ മാലകൾ, ശബരിമലയ്ക്കെല്ലാം പോകുമ്പോൾ ഇടുന്ന പോലത്തെ മാലകളുണ്ടല്ലോ, ആ ടൈപ്പ് മാലകളെല്ലാം കച്ചവടം ചെയ്യുന്ന കുറച്ചധികം ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാമായിട്ട് ഐസ്ക്രീം വണ്ടിയുണ്ട്. ഐസ്ക്രീം വണ്ടിയല്ല, ഐസ്ക്രീം ഉണ്ട്. പക്ഷേ ഐസ്ക്രീം ഞാനിപ്പോഴും വാങ്ങുന്നില്ല, എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പം സമയം ഉച്ച കഴിഞ്ഞ് 1:45 ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പങ്ങ് പോകും. എന്തെങ്കിലും വാങ്ങി കഴിക്കാം, ഫുഡായിട്ട് വല്ല ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാറ്റടിക്കുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് ഉറക്കെ സംസാരിച്ച് തൊണ്ടയെല്ലാം ഇളറുന്നു സൗണ്ട്. അങ്ങനെ ഞാൻ തിരികെ റോഡിലേക്ക് വന്നിരിക്കുവാണ്. ഇതെവിടെയായിട്ട് നോക്കേ, വലിയൊരു പന്തലെല്ലാം കാണാം. ഈ പന്തൽ ഡിസംബർ 30-ാം തീയതി ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഗ്ലാസ് ബ്രിഡ്ജ്, അത് ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വലിയൊരു ചടങ്ങിന് വേണ്ടി ചെയ്ത പന്തലാണ് ഈ കാണുന്നത്.